ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമുക്ക് എന്തിനും എല്ലാറ്റിനും മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. യാത്രകൾ ചെയ്യുവാൻ, പഠിക്കുവാൻ, ബാങ്കിങ്ങിന് വേണ്ടി, മറ്റ് കൗതുകകരമായ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാറ്റിനും ഇന്ന് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെയും വിശ്വാസ ജീവിതത്തെയും ബലപ്പെടുത്തുവാനായിട്ടും ഇന്ന് നിരവധി മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് സാന്റോ കാത്തലിക് ആപ്ലിക്കേഷനാണ്. ഇതിന് നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നത് മലയാളികൾ ചുക്കാൻ പിടിച്ച് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന സാന്റോ കാത്തലിക് മിഷൻ എന്ന ഒരു കൊച്ചു സംഘടനയാണ്. നമ്മളെല്ലാവരും ന്യൂ ഇവാഞ്ചലൈസേഷൻ അഥവാ നവ സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഈ നവസുവിശേഷവൽക്കരണത്തിൻ്റെ എല്ലാ സാധ്യതകളും എല്ലാ സങ്കല്പങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ആപ്ലിക്കേഷനാണ് സാന്റോ. ഈ സാന്റോ ആപ്ലിക്കേഷൻ ഞാൻ വ്യക്തിപരമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ രൂപത്തിൽ നൽകുവാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഈ ആപ്ലിക്കേഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അനുദിന ദിവ്യബലിയർപ്പണം, അനുദിന വായനകൾ, അനുദിന പ്രാർത്ഥനകൾ, നിത്യേനയുള്ള പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ദിവ്യകാരുണ്യ ആരാധന, ബൈബിൾ അതിൻ്റെ ഓഡിയോ ഫോർമാറ്റിലും ടെക്സ്റ്റ് ഫോർമാറ്റിലും എല്ലാം വിശ്വാസവുമായിട്ട് നമ്മൾ തേടുന്നതെല്ലാം ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ തന്നെ ഏകദേശം 12 ഭാഷകളിൽ ഈ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഭാവിയിൽ 50-ലധികം ഭാഷകളിൽ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാകും എന്നുള്ളത് ഉറപ്പാണ്. സ്നേഹമുള്ളവരെ, ഈ മൊബൈൽ ആപ്ലിക്കേഷൻ സാന്റോ കാത്തലിക് ആപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും, ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നതോടൊപ്പം തന്നെ ഈ ആപ്ലിക്കേഷനെ ഒരു കംപ്ലീറ്റ് കാത്തലിക് ആപ്ലിക്കേഷൻ എന്ന് വിളിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ഡിജിറ്റൽ രൂപത്തിൽ നൽകാൻ കഴിയപ്പെടുന്ന എല്ലാം ഇതിലുണ്ട്. ഇതിൻ്റെ ഡെവലപ്പേഴ്സിനും ഇത് ഉപയോഗിക്കുന്ന ഓരോ വ്യക്തികൾക്കും ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളെല്ലാവരും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മണിനാദം ഉയരുന്നിതാ, ബലിവേദി ഉണരുന്നിതാ. ദീപം തെളിഞ്ഞു, ബലിപീഠം ഒരുങ്ങി, ധൂപം ഉയർന്നു, അൽത്താരയും ഒരുങ്ങി, ദൈവദൂതർ നിരനിരയായി മനം വിട്ടു മണ്ണിൽ വന്നിടുന്നു. ദൈവദൂതർ നിരനിരയായി മനം വിട്ടു മണ്ണിൽ വന്നിടുന്നു. ബലിയിൽ ചേരാ ഇരു കൈകൾ കൂപ്പി നിരന്നു. ബലിയിൽ ചേരാ ഇരു കൈകൾ കൂപ്പി നിരന്നു.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് താരയ്ക്ക് മുൻപിലായിരിക്കാം. ഇന്ന് സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ പറയുന്നുണ്ട്, മോശയല്ല സ്വർഗസ്ഥനായ പിതാവാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം നൽകിയത്. ആ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മളുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വലിയ ദാനമാണ് എന്നുള്ള വലിയ പ്രത്യാശയിൽ മുന്നോട്ട് പോകാനായിട്ടൊക്കെ കഴിയട്ടെ. ഏറ്റവും ഭക്തിപൂർവ്വം സന്തോഷത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ ഈ പെസഹ കാലത്ത് നമുക്ക് ഈ ബലിയിൽ പങ്കുചേരാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യക പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജലത്താലും പരിശുദ്ധാത്മാവാലും നവജന്മം പ്രാപിച്ചവർക്ക് സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നുവല്ലോ. അങ്ങേ ദാസരുടെ മേൽ അങ്ങ് ചൊരിഞ്ഞ കൃപ വർത്തമാനമാക്കണമേ. അങ്ങനെ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേ കാരുണ്യത്താൽ വാഗ്ദാനം ചെയ്യപ്പെട്ടതൊന്നും അവർക്ക് കുറവ് വരാതിരിക്കുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്ന്. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ജനങ്ങളോടും ജനപ്രമാണികളോടും നിയമജ്ഞനോടും സ്തെഫാനോസ് പറഞ്ഞു, മർക്കടമുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും അപരിചിതരെ നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും. ഏതു പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി? നീതിമാനായവൻ്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി. നിങ്ങൾ അവനെ ഒറ്റിക്കൊടുക്കുകയും വധിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ദേവദൂതന്മാരിലൂടെ നിയമം ലഭിച്ചു, എങ്കിലും നിങ്ങളത് പാലിച്ചില്ല. അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ല് കടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവൻ്റെ നേരെ ഒന്നാകെ പാഞ്ഞടുക്കുകയും ചെയ്തു. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്നൊരു യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചുവെച്ചു. അനന്തരം അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇതു പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. സാവൂൾ ഈ വധത്തെ അനുകൂലിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അവിടുന്ന് എൻ്റെ അഭയശിലയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ. അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്. അങ്ങേ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ. എനിക്ക് വഴികാട്ടി ആയിരിക്കണമേ. കർത്താവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. അങ്ങേ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും.
കർത്താവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങേ ദൃഷ്ടി ഈ ദാസന്റെ മേൽ പതിക്കണമേ. അങ്ങേ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങേ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു. നിന്ദാവചനങ്ങൾ ഏൽക്കാതെ അങ്ങേ കൂടാരത്തിൽ അവരെ മറച്ചുവെച്ചു. കർത്താവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷനുള്ള വായന. കർത്താവെ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ജനങ്ങൾ യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾ കണ്ടത് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്. എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്തവൻ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. കാഴ്ചകളേക അൽത്താരമുന്നിൽ കാരുണ്യവാനേ ഞാൻ നിൽപ്പൂ. കാഴ്ചകളോടൊപ്പം മാമകദേവും കർത്താവേ അങ്ങു സ്വീകരിക്കൂ. കാഴ്ചകളേക അൽത്താരമുന്നിൽ കാരുണ്യവാനേ ഞാൻ നിൽപ്പൂ. കാഴ്ചകളോടൊപ്പം മാമകഹൃദയവും കർത്താവേ അങ്ങു സ്വീകരിക്കൂ. സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേക്കാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ആഹ്ലാദത്തിൽ ആറാടുന്ന സഭയുടെ കാണിക്കകൾ സ്വീകരിക്കുകയും ഇത്രയേറെ സന്തോഷം അനുഭവിക്കാൻ അങ്ങിടയാക്കിയ സഭയ്ക്ക് നിത്യാനന്ദത്തിൻ്റെ ബലം പ്രദാനം ചെയ്യുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരോടമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവെ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേ മഹാമഹിമയോടെ പ്രകീർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് വഴി വെളിച്ചത്തിൻ്റെ മക്കൾ നിത്യജീവിതത്തിലേക്ക് ഉയരുകയും വിശ്വാസികൾക്കായി സ്വർഗരാജ്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവിടുത്തെ മരണത്താൽ ഞങ്ങളുടെ മരണം ഇല്ലാതാക്കുകയും അവിടുത്തെ ഉത്ഥാനത്താൽ സകലുടെയും ജീവൻ ഉയർക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാഖ വൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, സർവ വിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു.
ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായ ജെയിംസ് ആനാവർമിൽ മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ ഈ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടലോടമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ.
കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് ജനത്തെ കരുണയോടെ കടാക്ഷിക്കുകയും നിത്യമായ രഹസ്യങ്ങളാൽ നവീകരിക്കപ്പെടാൻ അങ്ങ് തിരുമനസ്സായവരെ മഹത്വപൂർണമായ ശരീരത്തിൻ്റെ അക്ഷമയായ ഉദ്ധാനത്തിലേക്ക് എത്തിച്ചേരാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടലോടമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ഈശോയിൽ പ്രിയ സുഹൃത്തുക്കളെ, സാന്റോ കാത്തലിക് മിഷൻ ലോക എവാഞ്ചലൈസേഷൻ്റെ പ്രസിദ്ധമായ ഒരു ടൂളായി ഇന്ന് യേശു ഉയർത്തിക്കഴിഞ്ഞു. ജോഫിൻ ജോൻ്റെ നേതൃത്വത്തിൽ ഒരു നല്ലൊരു ടീം ഈ വേൾഡ് എവാഞ്ചലൈസേഷന് വേണ്ടിയിട്ട് ഇന്ന് അണിനിരന്ന് കഴിഞ്ഞു. ഇതിനോടകം 10ഓളം ഭാഷകളിൽ പ്രാർത്ഥനകളും സുവിശേഷ പ്രഘോഷണങ്ങളും മറ്റ് എവാഞ്ചലൈസേഷൻ ടൂൾസും ലോകപ്രസിദ്ധമായി കഴിഞ്ഞു. ഇത് എല്ലാ ഭവനങ്ങളിലേക്കും എല്ലാ വ്യക്തികളിലേക്കും പ്രത്യേകിച്ച് വിശ്വാസ പരിശീലന മേഖലകളിലേക്കും എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മിസ്സാഗ രൂപതയുടെ പേരിൽ സാന്റോ മിഷന് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. നമുക്ക് ഈ എവാഞ്ചലൈസേഷൻ മിഷനെ, സാന്റോ മിഷണറി ടൂളിനെ നമുക്ക് എൻകറേജ് ചെയ്യാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ശക്തമായി ഇതിനെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ മിഷണറി അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി പ്രാർത്ഥനകളും ഭാവുകങ്ങളും വിജയങ്ങളും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.